നമസ്കാരം. രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യുമോ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതായിരിക്കാം ഇനിയിപ്പോൾ ചർച്ചയും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ. അതായത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ രണ്ടാം പീഡന പരാതിക്കാരി രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് കോടതിയിൽ സമീപിച്ചിരുന്നതും കോടതി രാഹുൽ മാക്കൂട്ടത്തിന് നോട്ടീസ് കൊടുത്തിരുന്നതായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. എന്താണെങ്കിൽ രാഹുൽ മാക്കൂട്ടം ഇന്നിപ്പം 27-ാം തീയതി കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും രാഹുൽ മാക്കൂട്ടം ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിന് പറയാനുള്ള വെർഷൻ എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാക്കൂട്ടം അത് പറയും, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പം മാധ്യമങ്ങൾക്കല്ലാതെ ഒരു സെൻസേഷണൽ ന്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം, രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന വലിയൊരു കോക്കസ് നമ്മളിന്നും പറഞ്ഞിരുന്നത് പോലെ തന്നെ SSPയുടെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരതിൻ്റെ ഒരു കോൺട്രാക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നതുകൊണ്ട് അവർ വളരെ കാര്യമായിട്ട് തന്നെ ആ സെൻസേഷണൽ വാർത്തകൾ നൽകിക്കൊണ്ടേയിരിക്കും. അതാണ് അവരുടെ ഒരു ഹിഡൻ അജണ്ട എന്ന് പറയുന്നതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദാക്കുന്നു, രാഹുൽ മാക്കൂട്ടം വീണ്ടും ജയിലിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ മരം മുറി ചാനലിലെ മുട്ടയരൻ കുമാരൻ ടീമുകളും അതോടൊപ്പം തന്നെയുള്ള കുറേ മാധ്യമപ്രവർത്തകരുണ്ട്. നമുക്കറിയാം, രാഹുൽ മാക്കൂട്ടത്തിൻ്റെ രക്തത്തിന് വേണ്ടിയിട്ട് ദാഹിക്കുന്ന കുറേ മാധ്യമപ്രവർത്തകർ. അത് അവർക്ക് നേരിട്ട് രാഹുൽ മാക്കൂട്ടത്തിനോട് പ്രത്യേകിച്ച് വൈരാഗ്യം ഇതൊന്നുമില്ലെങ്കിൽ പോലും കൂടെ ഈ SSP എന്ന കോക്കസിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് മുറവിളി കൂട്ടുന്ന കുറേ ചാനലുകാർ. അപ്പോൾ അവരുടെ ഒരു ഹിഡൻ അജണ്ടയാണല്ലോ അത്. എന്തായാലും തലേ ദിവസം തന്നെ ഇതിന് സെൻസേഷണൽ വാർത്ത കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് നമ്മുടെ ഒരു വീണാഭിനയം അത് പാളീസായി പോയതുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വാർത്തയ്ക്ക് അത്ര പ്രാധാന്യം കയറുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്കാർ അവാർഡിന് വേണ്ടിയിട്ട് പത്തനംതിട്ട എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നടി എന്ന് പറയാം അല്ലേ, പത്തനംതിട്ട എന്നുള്ള ഏറ്റവും വലിയൊരു മഹാനായ ഒരു നടൻ മലയാളത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ രാഹുൽ മാക്കൂട്ടം പറഞ്ഞതുപോലെ തന്നെ അത് മറ്റാരുമല്ല, നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട എന്നൊരു മഹാനടിയും കൂടി രംഗപ്രവേശനം ചെയ്തതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വീണാഭിനയം അല്ലേ, ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വീണാഭിനയം. ആരോഗ്യ കേരളം, നമ്പർ 1 കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്ഥിരം പ്രചരണമൊക്കെ നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ പോലും കൂടെ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല ഇപ്പോൾ ICUവിലാണെന്ന് പൊതുസമൂഹം വളരെ കൃത്യമായിട്ടും തെളിവുകൾ സഹിതം പറഞ്ഞുകൊണ്ടിരുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കുറേ നാളുകളായിട്ട് ഇവിടെ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ക്രൂരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് മരണങ്ങൾ, അതുപോലെ തന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള രോഗാവസ്ഥകൾ, പല അവയവങ്ങളുടെ നഷ്ടപ്പെടൽ, അങ്ങനെ എത്ര സംഭവങ്ങളാണ് നമുക്ക് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ മനസാക്ഷിയെ ഏറ്റവും കൂടുതൽ ഉണർത്തിയിരിക്കുന്ന പല സംഭവങ്ങളും, അതായത് കോഴിക്കോട് ഹർഷീനയുടെ വയറ്റിൽ കത്രയോ ഒടുങ്ങിയതും, അതുപോലെ തന്നെ കോഴിക്കോട് ICUവിൽ കിടന്ന വനിതാ രോഗിയെ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ വാർഡൻ പീഡിപ്പിച്ച സംഭവവും, ICUവിൽ കയറി പീഡിപ്പിച്ചതും, ആ വാർഡനെ പിന്നെ ഇവിടുത്തെ ഭരണകക്ഷി സംരക്ഷിച്ചതും, ഈ ആരോഗ്യമന്ത്രിയുടെ ടീം തന്നെ സംരക്ഷിച്ചു കൊണ്ടുപോയതും, അതുപോലെ തന്നെ അവിടെ കൈയുടെ ഒരു വിരൽ റിമൂവ് ചെയ്യാനായിട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നാക്ക് മുറിച്ച് മാറ്റിയതും, നാക്കിന് ഓപ്പറേഷൻ ചെയ്തതും, അതുപോലെ തന്നെ പാലക്കാട് ഒരു 9 വയസ്സുകാരിയുടെ കൈ ഒടിഞ്ഞു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കൈ മുറിച്ച് മാറ്റിയതും, അത് പിന്നെ പ്രതിപക്ഷ നേതാവാണ് കൃത്രിമ കൈ വരെ വെച്ച് പിടിപ്പിച്ചതും, അതുപോലെ തന്നെ ഈ അടുത്തിടെ നെടുമങ്ങാട് ആശുപത്രിയിൽ ഒരു പ്രസവത്തിനിടയ്ക്ക് കുഞ്ഞ് മരിച്ച സംഭവം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനക്ഷമത കൊണ്ട് സംഭവിച്ചത് അല്ലേ, അങ്ങനെ പറയാൻ പറ്റുള്ളല്ലോ. കാരണം നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനക്ഷമത കൊണ്ട് സംഭവിച്ചതാണ് കുഞ്ഞ് മരണപ്പെട്ടത്. അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ് ഒടിഞ്ഞു ചാടി അതിനടിയിൽ കിടന്ന ഒരു സ്ത്രീനെ, അത് ആരോഗ്യമന്ത്രി അതുപോലെ സഹകരണ വകുപ്പ് മന്ത്രിയൊക്കെ അവിടെ തടസ്സം നിന്നുകൊണ്ട് തന്നെ അവിടെ ആർക്കും രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞു, ആരും എടുക്കണ്ടെന്നും പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞ് ഫയർഫോഴ്സൊക്കെ വന്ന് ഓരോന്നൊക്കെ പുറക്കി മാറ്റിയപ്പോഴാണ് അതിനടിയിൽ ഒരു ഡെഡ് ബോഡി കണ്ടെത്തി വന്നത്. അതിനു മുമ്പ് തന്നെ അവിടെ നാട്ടുകാർ ചിലപ്പോൾ നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ, നാട്ടുകാരത് ശ്രമിച്ചിരുന്നു. അപ്പോൾ മാറ്റാനായിട്ട് സമ്മതിച്ചിരുന്നില്ല. ആ അവശിഷ്ടങ്ങൾ മാറ്റിയിരുന്നെങ്കിൽ ഒരു വേള
ആ സ്ത്രീ രക്ഷപ്പെടുമായിരുന്നു. ഒരു രോഗിക്ക് കൂട്ടിയൊരു പിന്നെ വന്ന് ഒരു സ്ത്രീയാണ് മരണപ്പെട്ടത്, അവരുടെ കുടുംബാനാഥമായി. അതിനുശേഷം നമുക്കറിയാം ഈ അടുത്തിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു ഉഷ ജോസഫ് എന്ന സ്ത്രീ ഒരു 5 വർഷക്കാലത്തോളം ഒരു കത്രിക വയറ്റിലിട്ടുകൊണ്ട് നടന്ന സംഭവം. ഇതൊക്കെ വളരെ നിസ്സാരവൽക്കരിച്ച് അങ്ങനെ ആരോഗ്യ കേരളം നമ്പർ 1 കേരളം അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി പരിവാരങ്ങൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ വസ്തുത പൊതുസമൂഹം ആരോഗ്യ കേരളം ICUവിലാണ് എന്ന് പറഞ്ഞിരുന്നു. എന്താണെങ്കിലും അത് മറക്കാനായിട്ട് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു നാടകമൊക്കെ കളിച്ചു. ആ നാടകം പൊളിഞ്ഞ് പാളീഷായി. കാരണം ആകപ്പാടെ 2-3 KSUക്കാർ കരിങ്കൊടിയും കൊണ്ടുവന്നു. ആ കരിങ്കൊടിയുടെ കാറ്റടിച്ചപ്പോഴത്തേക്ക് ആരോഗ്യമന്ത്രിയുടെ കഴുത്തൊടിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഭരണസ്ഥിരാ കേന്ദ്രം തന്നെ, അതാണ് ഏറ്റവും ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കരിങ്കൊടിയുടെ ഒരു നിഴൽ പോലും പതിയാത്ത ഒരു സംഭവത്തിനകത്ത് ഇവിടുത്തെ ഭരണസ്ഥിരാ കേന്ദ്രം, അതായത് നമ്മുടെ നിയമസഭാ സ്പീക്കർ ഉൾപ്പെടെയുള്ള, അതായത് സഭാനാഥനാണ് നിയമസഭാ സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികാരം കൂടിയൊരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പോലും കൂടെ ഇന്നലെ പത്രക്കാർക്ക് ബൈറ്റ് കൊടുത്തിരിക്കുമ്പോൾ സമരക്കാർ മന്ത്രിയെ ആക്രമിച്ചു എന്നുള്ള രീതിയിലേക്ക് ബൈറ്റ് കൊടുത്തു. അതുപോലെ തന്നെ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അതിനേക്കാളും ഭയങ്കരമായ രീതിയിൽ ശരിക്കും പറഞ്ഞ ഒരു തരം കലാപ ആഹ്വാനം പോലെ തന്നെ. പിന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ കരച്ചിലും ഗോവിന്ദിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞൊന്നും പറയേണ്ട കാര്യം. അങ്ങനെ അതോടുകൂടി ഇവിടെ കേരളത്തിൽ എന്താണെങ്കിലും ശരി പിണറായി സ്ത്രീകൾ കഴിഞ്ഞാടാൻ ഒരു അവസരം കിട്ടി. അവർ കേരള സംസ്ഥാനം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അഴിഞ്ഞാടി എന്തുമാത്രം നാശനഷ്ടങ്ങൾ വരുത്തി. അതിൽ ഗവൺമെൻറ്റിന് തന്നെ, അതായത് നമ്മുടെ നികുതി പണം എടുത്ത് കൊടുക്കുന്ന ആ ഇവിടുത്തെ നിയമ സംവിധാനത്തിന് എന്തുമാത്രം അധ്വാനങ്ങൾ കൂടുതൽ വന്നു, അതിനു വേണ്ടിയിട്ട് എന്തുമാത്രം പണം ചെലവഴിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഴൽ പോലും ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഒരു നിഴൽ, അതായത് ഒരു കരിങ്കൊടി കാണിച്ചതിൻ്റെ ഒരു നിഴൽ പോലും ആ പരിസരത്തേക്ക് വന്നിട്ടില്ല. ഇത് തന്നെയല്ലേ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്ത് സംഭവിച്ചത്. രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന പരാതികളെല്ലാം വെറും നിഴൽ പരാതികൾ മാത്രമാണെന്ന് നമ്മൾ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം ഇത് തന്നെയല്ലേ. അതാണ് കോടതിയും കണ്ടെത്തിയത്. പക്ഷേ രാഹുൽ മാക്കൂട്ട വിഷയത്തിനകത്തും ഈ ആരോഗ്യമന്ത്രി വീണ അഭിനയത്തിനകത്തോളം വന്നിരിക്കുന്നൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ അഭിനയത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതിന് ഒത്താശ ചെയ്ത് നിൽക്കുന്ന ഭരണവർഗവും അതുപോലെ ഭരണകൂടവും മാത്രമാണ് ഒത്താശ ചെയ്യുന്നത്. പ്രതിപക്ഷം എപ്പോഴും ശക്തമായിട്ട് എതിർപ്പ് തന്നെയാണ്. പക്ഷേ രാഹുൽ മാക്കൂട്ട വിഷയത്തിനകത്ത് അതല്ല അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഈ SSP എന്ന് പറഞ്ഞാൽ, അതായത് സതീശനിസ്റ്റുകളും സംഘിസ്റ്റുകളും പിണറായിസ്റ്റുകളും ചേർന്ന ആ ഒരു കൂറു മുന്നണി, അതായത് ഒരിക്കലും ഒരു കാര്യത്തിൽ പോലും യോജിക്കില്ലാത്ത ആ ഒരു മൂവർ മുന്നണി സംഘം ഈ രാഹുൽ മാക്കൂട്ട വിഷയത്തിൽ ഒരുമിച്ച് ചേർന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇവർക്കാർക്കും ഒരു രീതിയിൽ ആശയപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒരു രീതിയിൽ തോൽപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ ആ മൂവർ സംഘം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് കഠിന അധ്വാനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഫലമായിട്ട് എന്നവണ്ണം ആ കാര്യങ്ങൾ ഇപ്പോഴും അവർക്ക് പരമാവധി ലൈവാക്കി നിർത്താൻ സാധിക്കുന്നു. പക്ഷേ അവർ ഉദ്ദേശിച്ച പോയിന്റിലേക്ക് ഒരു കാരണവശാലും എത്തിക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു നിരാശ അവരെ ശരിക്കും ബാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രം ഇനിയിപ്പോൾ ഏതായാലും ഈ പറഞ്ഞ കോടതിയിൽ ഇനിയിപ്പോൾ ജാമ്യം റദ്ദാക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനകത്തുനിന്ന് യാതൊരു കടുകുമണിയോളം പോലുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ നിയമവിദഗ്ധർ അതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു കാരണവശാലും പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തുകയോ സ്വാധീനിച്ചോ എന്നുള്ളതിനകത്ത് യാതൊരു എവിഡൻസും ഇല്ല. എന്താണെങ്കിലും ശരി, ഇവർ ഈ വാർത്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ ആരാണെന്നുള്ളത് കോൺഗ്രസ്സുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടില്ല. ആ ഒരു ഭാഗം ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഭരണകൂട ഭീകരത അതിഭയാനകമായ രീതിയിൽ ജനങ്ങൾ വളരെയധികം വിഷമിച്ച് വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷ കാണുന്ന പ്രതിപക്ഷത്തിൻ്റെ മുന്നണി പോരാളി, അതായത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിനെ വളരെ പ്രതീക്ഷയോടെ കാണുമ്പോൾ യഥാർത്ഥ കോൺഗ്രസ്സുകാരനായ രാഹുൽ മാക്കൂട്ടത്തെ കാണുന്നില്ല എന്നുള്ളതും ഇവിടെ സാധാരണ കോൺഗ്രസ്സുകാർക്കും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള എല്ലാ വിഭാഗത്തിനും വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ CPM എന്ന് പറയുന്നത് പിണറായിസ്റ്റുകൾ ഒന്നാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം ഈ CPMൽ തന്നെ നല്ലൊരു വിഭാഗം പിണറായിസ്റ്റിനെതിരാണ് ശരിക്കും പറഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ പിണറായിസ്റ്റ് എന്നൊരു വിഭാഗത്തിന് എതിരായിട്ട് നിൽക്കുന്ന എല്ലാ വിഭാഗവും പ്രതീക്ഷയോടെ കാണുന്ന പ്രതിപക്ഷത്തിൻ്റെ കൂന്തമണിയായ കോൺഗ്രസ്സുകാർ
ഈ യഥാർത്ഥ കോൺഗ്രസ്സുകാരനായ രാഹുൽ മാക്കൂട്ടത്തെ കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ണു തുറന്ന് കാണുന്നില്ല എന്നുള്ളയിടത്ത് വരുമ്പോൾ അവിടെ സാധാരണക്കാർക്കൊരു നിരാശ തോന്നിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ്സിനകത്ത് തന്നെ നിന്നുകൊണ്ട് കോൺഗ്രസ്സിനിട്ട് നിരന്തരം പാര വെച്ചുകൊണ്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമൊക്കെ ഉണ്ട്. അവരുടെ പേര് എം.എ. ഷഹനാസ് എന്നാണെന്ന് പറയുന്നു. മറ്റൊരു രീതിയിൽ അവർ പ്രിയ സജീഷാണെന്ന് പറയുന്നു. അവർക്ക് കുറേയധികം ID പ്രൂഫുകളുണ്ടെന്ന് പറയുന്നു. കുറേ പ്രശ്നങ്ങളിലെ കേസുകളിലൊക്കെ ഇടപെട്ട സ്ത്രീയാണെന്ന് പറയുന്നു. അന്ന് അവർക്കെതിരെ ഇത്ര ആക്ഷേപങ്ങൾ വന്നിട്ട് ഈ നിമിഷം വരെ കോൺഗ്രസ് അവരുടെ പേരിൽ ഒരു ശക്തമായ നടപടി സ്വീകരിക്കാനോ ഒരു താക്കീത് കൊടുക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, പ്രതിപക്ഷത്തെ സ്നേഹിക്കുന്ന, പിണറായിസ്റ്റിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും വളരെ ഉത്കണ്ഠാപൂർവ്വം നോക്കിക്കാണുന്ന ഒരു സംഭവം കൂടിയാണ്. എന്തായാലും ശരി, രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ളവരൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷകളോട് കൂടി കാണുന്ന ഒരു നേതാവെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഉമ്മൻചാണ്ടിക്ക് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും അതിശക്തനായിട്ട് ഉയർന്നു വരുന്ന ഒരു ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ് രാഹുൽ മാക്കൂട്ടം. ഈ നിസ്സാരമായിട്ടുള്ള നിഴൽ പരാതികൾ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളെ കൊണ്ടുള്ള ഈ വേട്ടയാടൽ അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ മേലെ പ്രയോഗിച്ച് ഇല്ലാതാക്കിയതൊക്കെ നമ്മുടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വളരെ വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പരാതികൾ കൊണ്ടൊരു നേതാവിനെ ഒതുക്കി ഇല്ലാതാക്കാൻ നോക്കുന്നതിനെതിരെ അതിശക്തമായിട്ടുള്ള ജനവികാരം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാൻ എത്ര കടന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാലും SSPയുടെ ആ ഒരു ഹിജൻ അജണ്ട നടപ്പാകില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.